പല പല പ്രശ്നങ്ങളും അമ്മയ്ക്കകത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. നിങ്ങൾ ആര് ലേഡീസ് വന്നാലും എത്ര സ്നേഹമുണ്ട് എന്തുണ്ടെങ്കിലും ചെറിയൊരു ക്യാമറ, ബട്ടൺസ് ക്യാമറ അവിടെ വെച്ചിട്ട് ഇതുപോലെയുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മളോട് മിസ്ബിഹേവ് ചെയ്ത ആള് പാവമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ അങ്ങനെ ചെയ്ത് ശരിയാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റെസ്പോണ്ട് ചെയ്തെന്നാണോ? ഉണ്ടാവാതിരിക്കില്ല, അത് 100% ഞാൻ പറയണുണ്ടാവും. അത് ഫേസ് ചെയ്യാൻ വേണ്ടത് നമ്മൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ നുണയാ. ഇവര് ചെയ്തിട്ടുണ്ടാവും, ഇവരും അങ്ങനെ ആയിരിക്കും. അല്ല, ജനങ്ങൾ മുഴുവൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ പ്രിയങ്ക ചേച്ചിയാണ് ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഓക്കെ, കുറേ നാളായി തോന്നുന്നു ഒരു ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഒന്ന് ഓണായി കണ്ടിട്ട്. ഞാനിപ്പോൾ അങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കാൻ പറ്റിയ ഒരു ഇതിലല്ല, അതുകൊണ്ട് ഞാൻ അധികം ഒരു ഇന്റർവ്യൂവിന് നിൽക്കാറില്ല. എനിക്ക് പഞ്ചവർണ്ണത്തിനെ പോലെ ധാരാളം നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെയൊക്കെ മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്ന ഒരാളാണ്. കുറേ കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു. പിന്നെ കുറച്ച് നാൾ ഒരു ബ്രേക്ക് ആയിരുന്നു. അത് മനഃപൂർവ്വമായിട്ട് സൃഷ്ടിച്ചൊരു ബ്രേക്ക് ആയിരുന്നോ അതോ? ഇല്ല, അത് കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി മാത്രം 10 വർഷം ബ്രേക്ക് എടുത്തതാണ്. എൻ്റെ മോൻ ജനിച്ചു, മോന് വേണ്ടി നമ്മൾ അമ്മമാരെ എപ്പോഴും മോന് വേണ്ടി ജീവിക്കണ്ടേ. ആ ഒരു പ്രായം പിന്നെ എൻ്റെ മോന് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അവന് 15 വയസ്സായി. 10 വർഷം എന്ന് പറഞ്ഞാൽ അവനെ സ്കൂളിൽ വിടുക, അവൻ്റെ കാര്യങ്ങൾ നോക്കുക, വീട് നോക്കുക, അച്ഛനമ്മ, അനൂപിൻ്റെ അച്ഛനമ്മയെ നോക്കുക, അനൂപിനെ നോക്കുക. ആ ഒരു ടൈം നമ്മൾ സിനിമ പിന്നെ തീരെ ഇപ്പോൾ നമ്മളും കൂടി ജോലിക്ക് പോയിട്ടേ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ആവശ്യമായി നമ്മൾ പോയേ പറ്റൂ. പക്ഷേ എനിക്ക് എൻ്റെ മോനെ ആ സമയങ്ങളിൽ കിട്ടുന്ന സമയം എനിക്ക് വീണ്ടും കിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു 10 വർഷത്തോളം ചെറിയൊരു ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എനിക്ക് പ്രോഗ്രാമും ഇനാഗുറേഷനോ അമ്പലങ്ങൾ വിളക്ക് എത്തിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ TV തുറക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പഞ്ചവർണ്ണോ പടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടർ എല്ലാ ദിവസവും ഒരു സിനിമയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സമാധാനം. അതെ, കാണുന്നുണ്ടല്ലോ. ഈ പരിഭവം പാർവതിയെ പോലെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അതാണ് എല്ലാവരെയും കുഴപ്പം. നിങ്ങൾ കുഞ്ഞായി പോയതിന് ഞാൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോഴും പരിഭവം പാർവതി ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കണം. സ്റ്റിൽ നിങ്ങൾ അന്ന് കണ്ട പരിഭവം പാർവതി നിങ്ങൾ വളർന്ന് ഇത്രയും, പക്ഷെ ഞാനിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്. അതിന്റെ രഹസ്യം വേറെ ഒന്നുമില്ല. കാരണം എല്ലാവർക്കും തോന്നും ഞാൻ ഭയങ്കര എന്തോ വില്ലത്തിയാണ്, ഭയങ്കരയാണ്. ഒരുപാട് കമൻസ് ഒക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇവരെന്ത് കണ്ടിട്ടാണ് പറയുന്നത്. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. അങ്ങനെയുള്ളൊരു മനസ്സിലുള്ള ആൾക്കാർക്ക് ദൈവം എന്ന് ഇതുപോലൊക്കെ തന്നെ ഇരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആരെയും അങ്ങനെ ദ്രോഹിക്കാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് രോഗങ്ങളേ ഉള്ളൂ. പക്ഷെ അത് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല ഞാൻ എന്താന്നുള്ളത്. അപ്പോൾ അത് ഒരു വിഷമം തന്നെയാണ്. നമുക്ക് നെഗറ്റീവൊക്കെ കേൾക്കുമ്പോൾ അയ്യോ അവളാരാണ്, അവളത് ചെയ്തോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അത് പറഞ്ഞപ്പോൾ ചേച്ചി കുറെ വർഷങ്ങളിലൊരു സമയം എടുത്തിട്ടാണ് ചേച്ചി നിരപരാധിയാണ് എന്നുള്ളത്. 20 വർഷം നീണ്ട കാലയളവ്. ചേച്ചിയുടെ നല്ല പ്രായം ഉള്ള ടൈം അല്ലേ? അതായത് നമ്മുടെ ആ ഒരു യൂത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ ഇവിടം വരെ അത് വല്ലാത്തൊരു യാത്രയാണത്. 20 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലൊരു പ്രായം. ആ സ്റ്റേജിലാണ് എൻ്റെ കല്യാണം, എനിക്ക് കുഞ്ഞുണ്ടാവുന്നത്, ഒരു കല്യാണം മാറിപ്പോകുന്നത്, അങ്ങനെയൊക്കെ ആ സമയത്താണ് വന്നിരിക്കുന്നത്. അത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴും കേസിന് പോയിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്ന എല്ലാ സമയങ്ങളിലും ഞാൻ പോയി ഹാജരായി, അതിനുള്ള തെളിവുകൾ കൊടുത്തു, സൗണ്ട് വെരിഫിക്കേഷൻ വേണം അതിന് പോയി, എന്ത് പറയുന്നു അതിനൊക്കെ ഞാൻ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ പറഞ്ഞ് പുറത്ത് കേട്ടത് കുറേ ആൾക്കാരുടെ സംസാരത്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോടതിയിൽ ഇരിക്കുന്ന മജിസ്ട്രേറ്റ് എൻ്റെ എന്തോ ബന്ധുവാണ്, എന്നിട്ട് വെറുതെ എന്നെ നിരപരാധിയായിട്ട് വിട്ടെന്നുള്ള രീതിയിലാണ് പറയണത്. ഒരിക്കലുമല്ല. അത് ആ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് 3 നാൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ് ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലായത്. ഞാൻ ഒരു തെറ്റും അന്ന് ചെയ്തിട്ടില്ല. സ്നേഹമുള്ള ഒരാളെ വിളിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് വരുമെന്ന് പറഞ്ഞ ഒറ്റ വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് അവർ വിചാരിച്ച് കാണുമായിരിക്കും വേറെ രീതിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അറിയാൻ പറ്റുമെന്ന് വെച്ച് പോയതായിരിക്കും. ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ അത് ഇത്രത്തോളം സ്റ്റേജിലെത്തിയിട്ടും ഈ പറയുന്ന വ്യക്തി, അതായത് ക്രൈം നന്ദകുമാറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അദ്ദേഹത്തിൻ്റെ ക്രൂക്കഡ് മൈൻഡാണ് ഈ പറയുന്ന കാവേരിയാണെങ്കിലും അമ്മയാണെങ്കിലും. എനിക്കിപ്പോഴും അവരോട് സ്നേഹമേ ഉള്ളൂ. അന്ന് ആ കേസിൻ്റെ സമയത്ത് 1-2 പ്രാവശ്യം അമ്മയെ കണ്ടിരുന്നു. കാവേരി പിന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പക്ഷെ എനിക്കിപ്പോഴും അവരോട് സ്നേഹം എന്ന് വെച്ചാൽ ഞാൻ വെറുത്തിട്ടൊന്നുമില്ല ആരെയും. അവർ വിചാരിച്ച് കാണും എൻ്റെ മോൾക്കൊരു ബുദ്ധിമുട്ട് വരാതെ എന്താണെന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ച് കാണുമായിരിക്കും. എല്ലാ പാരൻസും ചെയ്യില്ലേ? അത് തന്നെ ചെയ്തു. പക്ഷെ അങ്ങനെ എന്ത് വിചാരിച്ചു ഇത് വിറ്റ് കാശാക്കാം. കാരണം ക്രൈം അല്ലേ. എന്തായാലും ക്രൈം എന്ന് പറയുന്ന ഒരു പത്രം ഭയങ്കരമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു ബുക്കോ ഫയറോ അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം കിട്ടിയ ഒരു ആയുധം കാശുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തത് എന്നെയാണ്. അത് കുറേ പേര് വിശ്വസിച്ചു. ശ്വേത മേനോൻ എന്തായാലും അങ്ങനെ ഒരു കാര്യം ചങ്കുറ്റത്തോട് ചെയ്തതിന് ഞാൻ ശ്വേതയോട് ഇപ്പോഴും മനസ്സിൽ ഒരുപാട് സന്തോഷം പറയുകയാണ്. കാരണം
ഇതെല്ലാം കഴിഞ്ഞു, ഞാൻ നിരപരാധിയായി, ഇതൊക്കെ വന്നു. പിന്നെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. അവർ കരഞ്ഞു പറഞ്ഞു. ഞാൻ ആരോടും കരഞ്ഞും പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്ക് ആദ്യം പറയായിരുന്നു. ഒന്നുമില്ല, ഞാൻ എങ്ങനെയൊക്കെയോ ഫേസ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഞാൻ സൈബറിൽ 1 മാസം മുമ്പ് ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പുള്ളിയിട്ടു, പുള്ളിയുടെ ഓൺലൈൻ ചാനലിൽ. എന്നെ വിറ്റ് കാശാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ആ ഒരു സ്റ്റോറിക്കകത്ത് തന്നെ എത്ര വ്യൂവേഴ്സ് പുള്ളിക്ക് കിട്ടുന്നുണ്ട്. പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ല, ചാനൽ തുറക്കുക, സുഖമാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു ക്യാമറയും വെച്ച് ചാനലും തുറന്ന് എനിക്കും കുറേ പേരെ പറഞ്ഞിങ്ങനെ നിൽക്കാൻ വേണമെങ്കിൽ. അങ്ങനെയല്ലല്ലോ നമ്മൾ പൈസ ഉണ്ടാക്കണത്. എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും എന്തൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു ബ്രദർ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു പുള്ളി. അതായിരുന്നു ഫസ്റ്റ് പേജ് കിടന്നത്. കണ്ടവർ വിചാരിച്ചു, ഈ കേസ് വന്നിട്ടായിരിക്കും പ്രിയങ്ക എന്ത് കഷ്ടമായി പോയെന്ന്. എൻ്റെ ബ്രദർ മരിക്കുന്നത് ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് 13 വയസ്സിലാണ് എൻ്റെ ബ്രദർ മരിക്കുന്നത്. എന്നിട്ട് അത് വിറ്റ് കാശാക്കി. അത് പോരാഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഗണേശേട്ടനെ ചേർത്ത് എൻ്റെ പഴയ കാര്യങ്ങളും പറഞ്ഞ് ചാനലിൽ അങ്ങ് ഘോരം പറയാനിരുന്നുണ്ട്. അപ്പം ഇനി അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നേരെ നമുക്ക് അതിനുള്ള നിയമങ്ങളുണ്ടല്ലോ. നേരെ DCP സാറിൻ്റെ അടുത്ത് പോയി പരാതി കൊടുത്തു, സൈബറിലേക്ക് വിട്ടു. സൈബർ പോയി യൂട്യൂബിലേക്ക് അത് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പം ഇന്ന് അതായത് എൻ്റെ ന്യൂസ് പുള്ളിയുടെ ചാനൽ വരരുത്, എന്നെ പുള്ളി വിൽക്കണ്ട. പുള്ളി കുറേ പേരെ, എത്ര പേരെ നമ്മുടെ സിനിമ ഫീൽഡിൽ എത്ര നടന്മാരെ എല്ലാവരെയും പുള്ളി ഇതുപോലെ കൊടുക്കല്ലോ. എല്ലാം ജോലിക്ക് പോയിക്കൂടെ പുള്ളിക്ക്? എത്ര ജോലിയുണ്ട്, നമുക്കൊന്നിന് പാടത്ത് പോയി പണിയാൻ പറയാം. ജോലി ചെയ്ത് അന്തസ്സുണ്ട് കാശ് മേടിക്കാൻ. അല്ലാതെ മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഇതുപോലെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് കാശുണ്ടാക്കുന്നത് നല്ല കാര്യമല്ല. സത്യങ്ങൾ ഉണ്ടാവുമോ എന്നൊന്നുമല്ല, ചിലപ്പോൾ ചില സത്യങ്ങൾ ഉണ്ടാവാതിരിക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണലി ഇപ്പോൾ സ്വേത ചെയ്തതാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഏതറ്റം ഞാൻ പുള്ളിയുടെ കൂടെ പോകും. ഇപ്പോൾ ഒരു സൈബറിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനപ്പുറം എന്തുണ്ടോ ഞാൻ പോയി. ഞാൻ ഇന്ന് സ്റ്റേഷനിൽ പോയിരുന്നു. ഞാൻ സാറിനോട് ചോദിച്ചു, ഞാൻ സാറിനോട്, സാറേ ഞാൻ ഈ ഒരു പരാതി തരേണ്ടതുണ്ടോ? സൈബർ സാർ അവിടെ വെച്ച് സൈബർ അപ്പം തന്നെ വിളിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വയ്യ. ഞാൻ കുറേ അനുഭവിച്ചതാണ് 20 വർഷം. എൻ്റെ കുടുംബം, എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, കുട്ടി, ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ കുവൈറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളല്ലേ, പ്രിയങ്കയുടെ എന്നല്ലേ പറയുള്ളൂ. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, അച്ഛൻ, സിസ്റ്റർ, ഇതെല്ലാം ഉണ്ട്. എല്ലാം ഉള്ള എല്ലാവരും, എൻ്റെ മോൻ, അതിനൊക്കെ ഇവരൊക്കെ വിട്ടോ. 15 വയസ്സായ എൻ്റെ മോന് തിരിച്ചറിവായി. ഈ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ മോനും ഉണ്ടാവില്ല. അപ്പം ആ മോനെ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ അറിയുന്ന ഒരാളായതുകൊണ്ട് ആ മോനെ അമ്മയെ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാലും ആ കുഞ്ഞിന്റെ മനസ്സിലൊരു വേദനയായിരിക്കുമല്ലോ. അല്ലേ, എൻ്റെ അമ്മ പ്രായമായി. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് ഞാൻ എന്ന് പോകാൻ തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ കൂടെ ബോബനും മോളിയും പോലെ പോകുന്ന ആൾക്കാരാണ് ഞാനും അമ്മയും. കാരണം എന്നെ പേടിച്ചിട്ടോ അതൊന്നും. ഞാൻ വന്ന സമയങ്ങളിൽ ഞാൻ ചെറുതാ, 14 വയസ്സിൽ വിയറ്റ്നാം കോളനി അഭിനയിച്ച ആളാണ് ഞാൻ. ചുരിദാറിൻ്റെ അതെ, അതാണ് എൻ്റെ ഫസ്റ്റ് ചുരിദാർ, അതാണ് സിനിമ. അത് കഴിഞ്ഞിട്ടാണ് ലളിത ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ വെങ്കലത്തിൽ പോകുന്നത്. കാരണം ലളിത ചേച്ചിയും ഭരതേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചും വന്ന് അവരുടെ വീട്ടിലാണ്. ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ വിചാരം ഭരതേട്ടൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചപ്പോൾ ഭരതേട്ടൻ എന്നെ കൂടെ കൊണ്ടു നടക്കാമെന്നാണ് പറഞ്ഞു വരുത്തുന്നത്. സത്യാവസ്ഥ ആ നാട്ടുകാർക്ക് അറിയാം. ആ ഭരതേട്ടൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. എങ്കക്കാട് ഉത്രാളിക്കാവിലാണ് എനിക്ക് പേരിട്ടത്. ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഞാൻ ഇതൊന്നും അധികാരം തുറന്നു പറഞ്ഞിട്ടില്ല. ഈ മരണം തന്നെ, ബ്രദർ മരിച്ചത് എത്രയോ പേര് പറഞ്ഞു. ഉണ്ടാ കേസിന് പോയിട്ട് അവളുടെ ബ്രദറിനെ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. അപ്പം അതൊന്നും ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ സിനിമയിൽ വെങ്കലത്തിലും കൂടെ ലളിത ചേച്ചിയുടെ പടത്തിൽ ഭരതേട്ടനോട് പറഞ്ഞ് പിന്നെയാണ് എന്നെ വെങ്കലത്തിലേക്ക് വിളിക്കുന്നത് തന്നെ, വിയറ്റ്നാം കണ്ടിട്ട്. അന്ന് ഞാൻ ചെറുത്, അന്നും എൻ്റെ അമ്മ കൂടെയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, 10 മാസം ഞാൻ അവളെ ചുമന്നതാണെങ്കിൽ അവൾക്കിനി ഒരു ലൈഫ് വന്നൊരു 10ഒക്കെ ആവട്ടെ, അതുവരെ ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ ഒരാൾ എന്നോട് ചോദിച്ചു, എന്തിനാ ഈ അമ്മയും കൊണ്ട് ഇങ്ങനെ നടക്കണേന്ന്. ഞാനത് ചോദിക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഈ സിനിമ അത്രയും ഒരു സെക്യൂർ അല്ല എന്നുള്ളൊരു റീസൺ കൊണ്ട് എപ്പോഴും നമുക്കൊരു കമ്പാനിയൻ വേണം, അങ്ങനെ ഒരു തോട്ടമുണ്ട്. ഒരിക്കലും അല്ല. ഇപ്പം ഞാൻ എൻ്റെ റൂമിനകത്ത് കിടക്കുന്നതിന് അതിൻ്റെ കുറ്റി ഇരിക്കുന്നത് എൻ്റെ കയ്യിലാണ്, അല്ലാതെ വേറെ ആരുടെയും കയ്യിലല്ല. ആ കുറ്റി തുറക്കണോ വേണേ തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ വാതിലിൽ രാത്രി മുട്ടിയെ ആ മുട്ടിക്ക് ഞാൻ പറയട്ടെ, ഇതുപോലെയൊക്കെ എനിക്കൊരു അമേരിക്കയിൽ ജോലി കിട്ടി, 5 ലക്ഷം സാലറി ഉണ്ട്. എൻ്റെ കുടുംബക്കാരെന്നെ വിടാതിരിക്കുമോ? പോയില്ലേ, പഠിച്ചു, അത്രയും പഠിത്തം കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടി, ആരാ എന്നെ പിടിച്ചെടുത്തുക? സിനിമ ഫീൽഡിൽ എന്താ, സിനിമ ഫീൽഡിൽ പ്രത്യേകത വല്ലതുണ്ടോ? ഒന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയും ഞാനും കൂടി റൂമിലുണ്ട്. ഒരാൾ മുട്ടിയാ ഞാൻ തന്നെ പോയി തുറക്കും. മുട്ടി ഞാൻ ചോദിക്കുക, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് വേണം. അല്ലാതെ അയാൾ മുട്ടുമ്പോഴേക്കും പേടിച്ചു പിടിക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ ഇപ്പൊ ചേച്ചി അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഇവരൊക്കെ പറയുന്നത്, ഈ അലിഗേഷൻസ് കൊണ്ടുവന്ന എല്ലാവരും പറയുന്നത് അവർക്ക് അവരുടെ ചാൻസസ് മിസ്സാവുന്നു, അവരെ സിനിമയിൽ ഒതുക്കി നിർത്തുന്നു, മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. എത്ര ജോലി ഈ ലോകത്തുണ്ട്,
തൻ്റെ അടുത്തോട് നേരിടാൻ പറ്റിയ പണി ഇപ്പോൾ അറിയാം. ഞാൻ ഭയങ്കരമായിട്ട് പ്രിയങ്ക എന്ന് പറഞ്ഞാൽ വലിയ സിനിമാ നടിയായിട്ടൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ ഒരു ലോട്ടറിയാണ്. കാരണം എന്താ അറിയോ, എനിക്ക് ഡാൻസ് അറിയില്ല, ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, ഒരു ആക്ടിവിറ്റീസും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കില്ല. ഞാൻ ഇങ്ങനെ നടന്നിരുന്ന ആളാണ് പഠിക്കുമ്പോഴൊക്കെ. പക്ഷേ ഞാനിപ്പോൾ എന്താ, ഞാൻ ബോൾഡായത് എങ്ങനെയാണ്? ഞാൻ ബോൾഡ് തന്നെയാണ്, എനിക്ക് പേടിയൊന്നുമില്ല ഇപ്പോൾ. കാരണം അന്ന് പേടിയും ഭയങ്കര ഇതൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയല്ല എനിക്ക്. കാരണം നമ്മൾ ഓരോന്ന് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത്, ധൈര്യത്തോട് നേരിടാൻ തയ്യാറാവണം. എന്തിനു വിട്ടുവീഴ്ച ചെയ്യുന്നത്? ഒരാൾ വാതിൽ മുട്ടി, തുറന്നു പോയിട്ട് നിനക്ക് എന്താ വേണ്ടേ, നിനക്ക് ഇതാണോ വേണ്ടത്, സോറി കേട്ടോ, അതിൽ ഞാനില്ല, വേണ്ടെന്നേ, എനിക്ക് അങ്ങനെ മാനം വിട്ടിട്ടുള്ളൊരു അഭിനയം ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും, ഇല്ലേ? രണ്ടാമത് കുറ്റി തുറക്കണത് നമ്മളല്ലേ, നമ്മുടെ ആഗ്രഹത്തിന്. ശരി, ഞാനിപ്പോൾ ഒരു ആളായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ റൂമിൽ ചെല്ലുകയാണ്. ഞാൻ അവരും കൂടി ഇരുന്ന് കാപ്പിയും കുടിച്ച് സംസാരിച്ചു, ഒരു പടത്തിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. ഞാൻ പോയി, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാട്ടെ, എനിക്കുണ്ടായ അനുഭവമല്ല ഞാൻ പറയുന്നത്. ഞാൻ പുറത്തിറങ്ങിപ്പോയി. കുറേ നാളുകൾക്ക് ശേഷം അയാൾ പടം എടുത്ത് വലുതായി ഇതൊക്കെ ആയി കഴിയുമ്പോൾ ഗ്രാജുവലി എന്നോട് കുറേ സംസാരിച്ചിട്ടുണ്ടാവാം. മേ ബി ഞങ്ങളായിട്ട് വേറെ കണക്ഷൻ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഒരു റൂമിനകത്ത് ഒരു പുരുഷനും സ്ത്രീയും സംസാരിച്ച് പുറത്തിറങ്ങിയിട്ട് ഈ പുരുഷൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയണതിൽ എന്താ ഉള്ളത്? അദ്ദേഹം എങ്ങനെ ഇത് തെളിയിച്ചു കൊടുക്കും? നിയമം ഉണ്ടെന്ന് പറഞ്ഞു. സ്ത്രീക്കാണ്, ഞാൻ സ്ത്രീയുടെ സ്ഥാനത്തല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, പുരുഷന്റെ സ്ഥാനത്താണ് ഞാൻ സംസാരിക്കുന്നത്. അത് എങ്ങനെ പ്രശ്നം വരുമ്പോൾ എല്ലാവരും വിക്ടിംസിന്റെ കൂടെ അല്ലെങ്കിൽ ഇരകളുടെ കൂടെ ഒരിക്കലുമില്ല. എൻ്റെ സ്വഭാവത്തിന് ഞാൻ പറയുന്നത് ഞാൻ പുരുഷന്റെ കൂടെയാണ്. കാരണം ആ പുരുഷന്റെ ഭാര്യ സ്ത്രീയല്ലേ, ഇത്ര നാൾ നോക്കിയ അമ്മ സ്ത്രീയല്ലേ, അവർക്ക് വളർന്നു വന്ന മക്കൾ സ്ത്രീയല്ലേ. എന്താ അവരുടെ മനസ്സ് കാണാത്തത്? ചിലപ്പോൾ അദ്ദേഹം നിരപരാധിയായിരിക്കും. എങ്ങനെ ആ സമയത്ത് തെളിയിച്ചു കൊടുക്കും? എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? കേസ് നടത്തി അത് തെളിവ് വന്നിട്ടുണ്ടോ, ഹോട്ടൽ റൂമിൽ എപ്പോൾ കയറിയിട്ടുണ്ടോ, ഇതൊക്കെ വേണം, വേണ്ടേ? അതുകൊണ്ട് ഞാനിപ്പോൾ പുരുഷന്മാരോട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങളോടുള്ള എൻ്റെ അപേക്ഷയായിട്ട്, ഞാൻ പുരുഷന്മാരെ എന്നും ഒരു പടി സ്ഥാനം മുകളിൽ കാണുന്ന ആളാണ്, ഞാൻ അവരെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി നിങ്ങൾ ആര് ലേഡീസ് വന്നാലും എത്ര സ്നേഹമുണ്ട് എന്തുണ്ടെങ്കിലും ഒരു ചെറിയൊരു ക്യാമറ, ബട്ടൺസ് ക്യാമറ അവിടെ വെച്ചിട്ട് ഇതുപോലെയുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അവരുടെ സേഫ്റ്റിക്ക്. അല്ലാതെ എന്ത് ചെയ്യും? പെണ്ണ് പറയണതാണ് കാര്യം, ശരി. അതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു 10 പേര് നമ്മൾ പിടിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? 3 വയസ്സുള്ള കുട്ടിയെ വരെ എടുത്തുകൊണ്ടേ ആൾക്കാരുണ്ട്. അവനിപ്പോൾ എവിടെയുണ്ട്? അതൊക്കെ ചെയ്യുന്ന ഒരു തെറ്റ് കിടക്കട്ടെ നിൽക്കാം. പക്ഷെ ഒന്നും ചെയ്യാത്ത ആൾക്കാരുടെ മനസ്ഥിതി എന്തായിരിക്കും? അതായത് ഈ ഇങ്ങനെ പറയുന്ന ഇപ്പൊ മീനു കുര്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ആളുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നതൊക്കെ സിനിമയിലെ വലിയ വലിയ ആളുകളാണ്. അപ്പൊ അവരൊക്കെ നിരപരാധികളായിരിക്കും എന്നാണോ ചേച്ചിയുടെ ഒരു തോട്ട്? എന്താ ഞാൻ പറയട്ടെ, ഒരാള് ഇഷ്ടമില്ല എന്നുള്ള കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പെണ്ണുങ്ങൾക്കുണ്ട്, ഇല്ലേ? ഇല്ലാതിരിക്കും അത് മന്ദബുദ്ധി, അല്ലെങ്കിൽ മന്ദബുദ്ധി എന്നല്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ അറിവില്ലാതെ നോക്കണതായിരിക്കും. ഈ ഒരാളുടെ മുമ്പിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയിരുന്ന് ആ കാണിക്കുന്നതിൽ കണ്ടുകൊണ്ടിരിക്കണേന് എന്താ അതിന് പേര് പറയാ? എനിക്ക് മനസ്സിലാവണില്ല അതിൻ്റെ അർത്ഥം എന്താന്ന്. ഇപ്പോൾ ഞാൻ ആളുടെ വ്യക്തിയുടെ പേര് പറയില്ല. അദ്ദേഹം ഇങ്ങനെ കാണിച്ചു, ഞങ്ങൾ നോക്കിയിരുന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇതെല്ലാം നോക്കിയിരിക്കാനിരിക്കണ എന്തിനും നമ്മൾ? ഒരാളുടെ ബിഹേവിയർ ശരിയല്ലെങ്കിൽ അതൊന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു ഇത് നമുക്ക് വേണ്ടേ? എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചെയ്യൂ, സത്യം ഞാൻ പറയണത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ? ഈ അന്ന് പറയാത്തതുകൊണ്ട് ധൈര്യമില്ലായ്മ, പേടി. എന്ത് പേടി? അന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ പേരുകൾ പുറത്ത് വിടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് പലരും അത് തുറന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതൊന്നും വായിച്ചാലല്ല. എനിക്ക് ഗ്രാജുവലിയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളുമല്ല, സാധാരണ ഒരാളാണ്. മറ്റുള്ളവർക്ക് കാണിച്ചപ്പാടിൽ മുഴുവൻ അവൾ ഭയങ്കര കൊണ്ട് എന്തൊക്കെയാ പറയണത് എന്നെ കുറിച്ച്. ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങി എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞ് ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങിയാലും ഭയങ്കര ഫ്ലോപ്പായി. അതിന് വലിയൊരു വിഷമം എനിക്കുണ്ട് ഇപ്പോൾ. അതാണ് എൻ്റെ ഫോക്കസ്. കാരണം നമ്മളൊരാളുടെ നിന്ന് ബിസിനസ് നടത്താനോ എന്തിനോ സാമ്പത്തികം മേടിച്ചാൽ അത് അവരൊരുപാട് കഷ്ടപ്പെട്ട പൈസ ആയിരിക്കും എന്ന് എനിക്കറിയാം. നമ്മളത് തിരിച്ചു കൊടുക്കണം. ആ തിരിച്ചു കൊടുക്കണം എന്ന മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്കിത് സമയം വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ ഉപരി ഞാൻ പറയണത്, ഇപ്പോൾ ഇങ്ങനൊരു സംഭവങ്ങൾ വന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ഹേമ കമ്മിറ്റിക്കകത്ത് ഇതിൻ്റെ പേരുണ്ടോ? എന്തിനാ ഒളിച്ചു വെക്കുന്നത്? ഒളിച്ചു വെക്കേണ്ട. ഇപ്പോൾ ഒരു ഗുണം ചെയ്തു ഹേമ കമ്മിറ്റി. ഇങ്ങനെ ഒരു സംഭവം വന്നതോടുകൂടി ആർക്കാ ഗുണം വന്നതെന്നറിയോ? പുതിയതായിട്ട് വരുന്ന തലമുറയ്ക്ക്. ഒരാളും ഇനി അവരോട് മിസ്ബിഹേവ് ചെയ്യില്ല. അതിന് നമ്മളും കൂടെ നിൽക്കുക അവർക്ക് വേണ്ടി. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് 30 വർഷമായി. ഈ 30 വർഷം കൊണ്ട് ഞാൻ ഭയങ്കര സംഭവത്തിൽ പുറത്തിറങ്ങാൻ നമ്മളെ പ്രിയങ്ക ചേച്ചിയല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ. എനിക്കത് മതി. എനിക്ക് അതിന് മുകളിലൊരു സംഭവം ഞാൻ ആലോചിക്കുന്നില്ല.
എനിക്ക് ചില ജനങ്ങൾ ആൾക്കാർ കാണുമ്പോൾ പറയും ചേച്ചി ചേച്ചി ആ ഒരു സീൻ ശൗന്തലയാണെങ്കിലും നന്നായിരുന്നു കേട്ടോ ചേച്ചി. എനിക്ക് ധാരാളമാണത്. ആളുകൾ തിരിച്ചറിയുന്നു മതി. പിന്നെ മലയാളത്തിൽ ന്യൂ ജനറേഷൻ വന്നുകൂടി ഞങ്ങളുടെയൊക്കെ ക്യാരക്ടർ പോയി. അമ്മയില്ല, സിസ്റ്റർ ഇല്ല, ഒന്നും. ഈ ഒരു ഗ്യാപ്പ് വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സിനിമകളിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? മാറ്റി നിർത്തും. എൻ്റെ പേര് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പുതിയ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെയാണ് നമ്മളെ വിളിക്കാനും നമുക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടി വരുന്നതും ഫുഡ് തരുന്നതൊക്കെ. ഇന്നത്തെ കാലത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്നത് അവരുടെ കയ്യിലാണ് ലോകം എന്നാണ് അവരുടെ ചിന്ത. എനിക്ക് പടം വേണ്ടെന്നേ, എൻ്റെ പടം കുറേ കളഞ്ഞതാണ്. അപ്പോൾ അവരെ പോലുള്ള കുറേ പേര് ഇതിനകത്തുണ്ട്. ഡയറക്ടറെ പ്രിയങ്കയെ വിളിക്കൂ എന്നും പറഞ്ഞ് എൻ്റെ പേരും കൊടുത്ത് നമ്പറും കൊടുത്തിട്ട് അയ്യോ അവരിപ്പോൾ കിട്ടിയില്ല കേട്ടോ, അവർ അഭിനയിക്കുന്നില്ല എന്ന് തോന്നണേന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. ഈ ഡയറക്ടറെ ഞാൻ വേറൊരു ദിവസം കണ്ടപ്പോൾ സാറ് ചോദിച്ചു, സീരിയലൊക്കെ ആണല്ലേ പ്രിയങ്കയ്ക്ക് വിളിച്ചാൽ വരാൻ പറ്റുമ്പോൾ സാറ് എപ്പോൾ വിളിച്ചു? പ്രിയങ്ക നല്ല ക്യാരക്ടർ, പ്രിയങ്കയെ വിളിച്ചത് ഞങ്ങൾ ആദ്യം, പക്ഷെ പ്രിയങ്ക അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിസ്സായ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ ഇപ്പോൾ? ഇഷ്ടം പോലെ ഉണ്ട് പടങ്ങൾ. പറയാനുള്ളതുണ്ടോ? ഒന്നും പറയുന്നില്ല. കാരണം എന്താ അറിയോ, ഇത് കേൾക്കുമ്പോൾ എന്തായാലും അയാൾ കാണുവാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചു, കാരണം എനിക്ക് വിധിച്ചതല്ല, അയാളോട് തട്ടിക്കളഞ്ഞോട്ടെ. എനിക്ക് നല്ലപോലെ അറിയാം എങ്ങനെ അത് പോയി എന്നൊക്കെ. അങ്ങനെ ഒരു വിരോധം തോന്നാൻ എന്തായിരിക്കും? പുതിയ തലമുറകളെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർ വിചാരിക്കും അവരുടെ ഒരു ട്രെൻഡിലേക്ക് പോയല്ലോ. ഇപ്പം ന്യൂ ജനറേഷൻ പടങ്ങളിലൊക്കെ പിന്നെ വേറെ ഉണ്ടാവുമായിരിക്കും. ഇപ്പം പറയുന്നത് കേൾക്കണു എമൗണ്ട് കുറച്ച് കൊടുത്താൽ മതി അവർക്കൊക്കെ, പഴയ ആൾക്കാർക്ക്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ വലിയ എമൗണ്ട് മേടിച്ച് അഭിനയിക്കുന്ന ആൾക്കാരേ അല്ല. നമുക്കിപ്പോഴും അങ്ങനെ തന്നെ പറയാം, പ്രിയങ്ക ചേച്ചി ചെറിയ പടം കേട്ടോ, ശരി. ഞാൻ പറയും ക്യാരക്ടർ നല്ലതാണോ, പൈസ കുറച്ചോ, നല്ലൊരു വേഷമായാൽ മതി, നല്ല ബിഹേവിയറും ആയിരിക്കണം, നല്ല റൂം വേണം. ഇത്രയും മൂന്നും ഞാൻ ആവശ്യപ്പെടാറ്. എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം വേറെ ഒന്നും സംസാരിക്കാറില്ല. പൈസയും ഞാൻ ആദ്യം ചോദിക്കാറില്ല. ഞാൻ ആദ്യം ചോദിക്കും എൻ്റെ ഡ്രസ്സ് എന്താണെന്ന് ചോദിക്കും. കാരണം ഒരു രംഗീലയിൽ ഉറുമിലിട്ട പോലത്തെ ഡ്രസ്സൊന്നും എനിക്ക് ചേരില്ല. നമുക്ക് നാടൻ ക്യാരക്ടർ എന്തൊക്കെയുള്ളൂ. പിന്നെ ഇതുപോലെ തോർത്തിടാതെയോ അല്ലെങ്കിൽ ചെറിയ അങ്ങനത്തെ ഡ്രസ്സൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ഡ്രസ്സ് എന്താണെന്ന് ചോദിക്കും. സെക്കൻഡ് ഞാൻ ചോദിക്കുന്നത് എവിടെ താമസിക്കണം, എനിക്ക് നല്ല ഹോട്ടലായിരിക്കണം, സേഫ് ആയിരിക്കണം. തേർഡ് ഞാൻ ചോദിക്കുന്നത് പൈസയുടെ കാര്യം ലാസ്റ്റേ ഞാൻ പറയാറുള്ളൂ. എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല, ഒരാളും എന്നെ ശല്യപ്പെടുത്തരുത്. പൈസ വേണമെങ്കിൽ നിങ്ങൾ കുറച്ചോ, തരുന്നത് ഇത്തിരി കുറച്ചാലും കുഴപ്പമില്ല, ബിഹേവിയർ നല്ലതായിരിക്കണം. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ ഫീൽഡ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരുമായിട്ട്. ചേച്ചിക്ക് അങ്ങനത്തെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല റെസ്പോണ്ട് ചെയ്തെന്നാണോ? ഉണ്ടാവാതിരിക്കില്ല, അത് 100% ഞാൻ പറയണ ഉണ്ടാവും. അത് ഫേസ് ചെയ്യാൻ വേണ്ടത്. നമ്മൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ നുണയാ. എന്തിനാ കള്ളത്തരം പറയണത്? എല്ലാ ഫീൽഡിലും ഇല്ലേ? ഞാൻ പറയട്ടെ, ഇപ്പോൾ സിനിമ മാത്രമല്ല, എല്ലാ ഫീൽഡും എടുത്ത് നോക്കിയോളൂ, എല്ലാ ഫീൽഡിലും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ആപ്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതിയെന്നേ. നമുക്ക് എന്തെല്ലാം ജോലി ഇപ്പോൾ ഉണ്ട്. നമുക്ക് എത്ര എന്താ പറയുക ഇതുണ്ട്, ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുക അല്ലേ. വെറുതെ യൂട്യൂബ് ചാനൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് പാചകം ചെയ്താൽ മതി, പൈസയാണ്. എത്ര ഇതായി ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ചോദിക്കാം, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും പ്രായമായില്ല എന്തിനാ പ്രിയങ്ക ഇനി അമ്മയെ കൊണ്ടിറക്കണത്? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്യാരവണിൽ എൻ്റെ അമ്മ വന്നിരിക്കുന്നില്ല. ക്യാരവൺ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം, അമ്മയും കൂടെ ചിലപ്പോൾ ഞങ്ങളെല്ലാവരും കൺജസ്റ്റഡ് ആയിരിക്കും, അമ്മയ്ക്ക് എ സിയും പറ്റില്ല, അപ്പം അമ്മ ഇരിക്കുന്നില്ല. പിന്നെ അമ്മ വരണോണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ സമാധാനം എന്താണ്? നമ്മൾ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഫുഡ് കുറയ്ക്കും ഇല്ലേ? ഒരു മുട്ട ഓംലേറ്റ് എന്തെങ്കിലും ചോറ് കഴിക്കും. ഭർത്താവും കുഞ്ഞും ആൾക്കാരൊക്കെ നമ്മുടെ ഫുഡിൻ്റെ രീതി മാറും. മീൻ വറുത്തായിരിക്കും, കറിയായിരിക്കും, എല്ലാം ഉണ്ടാവും. ഒറ്റയ്ക്കാവുമ്പോൾ നമ്മളൊക്കെ ലേഡീസ് അങ്ങനെയാണ്. അല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല അല്ലേ? ഉള്ള എന്തെങ്കിലും വെച്ച് നമ്മൾ. അപ്പം ഞാൻ പറയാം, എൻ്റെ അമ്മ ഒറ്റയ്ക്കാവുമ്പോൾ ചിലപ്പോൾ അമ്മ ഒന്നും കഴിക്കൂല. ആ സമയം ഞാനിവിടെ ഉച്ചയ്ക്ക് എല്ലാ സിനിമയിലും അറിയാലോ, ഫുൾ ചിക്കൻ, മട്ടൺ, മീൻ, സർവത്ര ഫുഡും കൂട്ടി കഴിക്കുക. ആ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ, നമ്മുടെ മനസ്സിലപ്പോൾ എന്താ തോന്നുക? അമ്മ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ലേ, എന്നാൽ ശരി വന്നോട്ടെ, കഴിച്ചോട്ടെ, എൻ്റെ കൂടെയല്ലേ വന്നിരിക്കുന്നത്. അത്രയും നേരം അമ്മ ഭക്ഷണം കഴിച്ച് അമ്മ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അമ്മയ്ക്കാണ് ഈ ആർട്ടിസ്റ്റുകളെ കാണുന്നതും ഇതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പം അമ്മ ആക്റ്റീവ് ആയില്ലേ? ചേച്ചി ഇപ്പോൾ 30 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അപ്പം അമ്മയിൽ മെമ്പറാണ് അല്ലേ? ഇപ്പോൾ ഈ നടന്ന സംഭവങ്ങളിൽ അമ്മയുടെ ഒരു റെസ്പോൺസ് കുറേ ദിവസം വന്നില്ല. അത് കഴിഞ്ഞൊരു സമയം കഴിഞ്ഞപ്പോഴാണ് അത് വന്നു കഴിഞ്ഞ ശേഷം ഇപ്പോൾ അമ്മയുടെ എല്ലാവരും ഒരുമിച്ച് രാജിവെച്ച് പിരിഞ്ഞു പോയി. ഇപ്പോൾ അമ്മയ്ക്കൊരു നേതൃത്വം അല്ലെങ്കിൽ ഒരു ഭരണം ഇല്ല. ഇപ്പോൾ അതുകൊണ്ട് ഒരു അലിഗേഷൻ വരുമ്പോഴത്തേക്കും ആരാ റെസ്പോണ്ട് ചെയ്യുക? മറ്റേത് നമ്മുടെ അതിനകത്തുള്ള പ്രസിഡന്റ് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരും.
അപ്പോൾ ഇതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ അമ്മ അസോസിയേഷൻ തുടക്കം മുതലുള്ള ആളാണ്. അന്ന് എൻ്റെ അമ്മയുണ്ട്. ആ അമ്മ അസോസിയേഷൻ എന്ന് തുടങ്ങിയോ അന്ന് പോലെ ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ അതിലുണ്ടായിരുന്നു. പല പല പ്രശ്നങ്ങളും അമ്മയ്ക്കകത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട് അമ്മയിൽ. പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കേണ്ടത് ശരിക്കും വേറെ ആരുമല്ല, ലാലേട്ടനും മമ്മൂക്ക തന്നെ ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ മക്കൾ രണ്ടുപേരും മൂത്ത മക്കൾ അവർ തന്നെയാണ്. പിന്നെ ഇനി നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾ വരണം. അവരെ പോലെ ഒരു വന്നു കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാട് മാറണം. അപ്പോൾ അമ്മ കുറച്ചും കൂടി ശക്തമാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ വന്ന പ്രശ്നങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് ഇപ്പം ഇത് വലിയൊരു കാര്യമാണ്. ഈ വലിയൊരു കാര്യം അമ്മയ്ക്ക് പെട്ടെന്ന് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇവരെല്ലാവരും കൂടെ രാജിവെച്ചത്. കാരണം പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ ഈ ഹേമ കമ്മീഷൻ മുഴുവൻ പഠിക്കണം, എന്താണ് അതിനകത്തുള്ളതെന്ന് അറിയണം. അതിനകത്തൊരു പേജോ 2 പേജൊക്കെ മാറിപ്പോയെന്ന് ഞാനും കേട്ടു. ഈ പേജ് എന്താണെന്നുള്ളത് അറിയാതെ എന്തെങ്കിലും അറിയാപ്പുറത്ത് ലാലേട്ടനായാലും അദ്ദേഹം ഒരു നല്ല മനസ്സിലുള്ള ഒരാൾ തന്നെയല്ലേ. അമ്മ എന്ന് പറയണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു താരം തന്നെയാണ് ലാലേട്ടൻ. ഞങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബ്രദർ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞല്ലോ, ആ ബ്രദർ മരിച്ചത് എങ്ങനെയാണെന്ന് ലാലേട്ടനറിയാം. കാരണം ഉത്സവ പിറ്റേന്ന് പടം കണ്ടിട്ട് എൻ്റെ ബ്രദർ അങ്ങനെ ചെയ്തിട്ട് അറിയാപ്പുറത്ത് മരിച്ചു പോയതാണ്. അത് ലാലേട്ടൻ അറിയുകയും ചെയ്യാം. അന്ന് തൊട്ടേ എൻ്റെ അമ്മോടും എന്നോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമുള്ള, എൻ്റെ അമ്മയും ഞാനൊരു പെങ്ങളായിട്ട് എന്നും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. ഇപ്പം ലാലേട്ടൻ ആ സമയത്ത് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ സത്യത്തിൽ എല്ലാവരും പകച്ചു പോയി എന്ന് തന്നെ പറയാം. എന്ത് പറയും? പിന്നെ ഈ സാധനം മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് അറിയാപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ നമ്മളെപ്പോലും പറഞ്ഞാൽ അത് മാത്രമായിരിക്കും ഹെഡായിട്ട് വരിക. പിന്നെ എന്തോ അങ്ങനെ ചെയ്തിട്ട് പിന്നെ എല്ലാവരും കൂടെ ആലോചിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ആധികാരികമായിട്ട് എനിക്കൊന്നും പറയാൻ അറിയില്ല. കാരണം അതിനകത്തുള്ള മെയിനായിട്ടിരുന്ന ആളാണല്ലോ, സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം പോയപ്പോൾ അടുത്ത ആൾക്കും അലിഗേഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മതി എന്ന് വെച്ചിട്ടായിരിക്കും എല്ലാവരും രാജിവെച്ചിട്ടുണ്ടാവുക. ഓക്കെ, സിദ്ദിഖായിട്ട് എങ്ങനെയായിരുന്നു? ഞാൻ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ എനിക്ക് കുറച്ച് വിഷയങ്ങളുണ്ടായപ്പോഴും അമ്മയിൽ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോഴും സിദ്ദിഖ് ഞാൻ മെസ്സേജായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയങ്ക ഒരു പ്രശ്നമില്ല, അമ്മ എന്ന് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കാരണം കാവേരിയുടെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ പുറത്താക്കണമെന്ന് ലെറ്റർ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും എന്നെ പുറത്താക്കിയിട്ടില്ല. കാരണം ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ സത്യാവസ്ഥ വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അന്നത് ഇതാക്കിയത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഓക്കെ, ചേച്ചി അമ്മയിലുണ്ട്, സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ലേഡി ആർട്ടിസ്റ്റാണ്. എന്നിട്ട് വേറെ കുറേ അംഗങ്ങൾ അല്ലെങ്കിൽ സിനിമയിലുള്ള സ്ത്രീകൾ അവർക്ക് അമ്മയിൽ വിശ്വാസമില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് നടത്തി കൊടുക്കാൻ ആ സംഘടനയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ WCC എന്നുള്ളൊരു സംഘടന വന്നത്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ WCC ഉള്ളത് മുഴുവൻ പുതുതലമുറകളാണ് അല്ലേ, മിക്കതും. പിന്നെ മാത്രമേ ഉള്ളൂ, വേറെ ആരും അധികം ഇല്ല. ഈ അമ്മയിലും അതുപോലെ തന്നെ ലാലേട്ടനും മമ്മൂക്കയുള്ള കൂട്ടത്തിൽ ഇവരുടെ പോലെ സ്ട്രോങ് ആയിട്ട് പൃഥ്വിരാജ് അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്നും പോവില്ലായിരുന്നു. എൻ്റെ ഒരു മനസ്സിലതാ തോന്നുന്നു. അവർക്ക് പറയാൻ പറ്റുമായിരുന്നു കൂടുതൽ കാര്യങ്ങൾ, പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് ചെയ്യിക്കാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. അവരവരുടേതായ ഒരു തീരുമാനം എടുത്തതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ അടുത്ത തലമുറയ്ക്കുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം ഉണ്ടായത്. ഏത് WCC തുടങ്ങിയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നതും ഇതുപോലെ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയതും ഇനി വരുന്ന ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളതും. വന്നു പോയതൊക്കെ പോയി, കാരണം വന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ അറിയുന്നു, ജനങ്ങളുടെ ഇടയിൽ വന്നു. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഒരു മാവിൻ്റെ മുകളിലൊരു 10, 20, 100 മാങ്ങയുണ്ടെന്നൊക്കെ കല്ലെറിയുമ്പോൾ ഒരു 2, 3 എറിയും, മൊത്തത്തിൽ ഞങ്ങളൊക്കെ എറിയിടത്തിന്. ഞാനത് ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമയിലുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഈ വഴി വന്നവരാണോ എന്നുള്ളൊരു ചോദ്യം. ഓക്കെ, ഇവർ ചെയ്തിട്ടുണ്ടാവും, ഇവരും അങ്ങനെ ആയിരിക്കും. അല്ല, ജനങ്ങൾ മുഴുവൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ ചാനലുകാരാണെങ്കിലും അറിയുന്ന വാർത്ത കൊടുക്കുന്നുണ്ട്, അത് തിരിച്ച് നമ്മളത് അനലൈസ് ചെയ്ത് തിരിച്ചൊരു വലിയൊരു പത്രസമ്മേളനം വെച്ച് ആർട്ടിസ്റ്റുകളെല്ലാവരും കല്ലെറിയാത്തവരുള്ള ധൈര്യമായിട്ട് പറ്റാം. ഞാൻ ഇരുന്ന് പറയാം, എനിക്ക് ഒരു കല്ലെറും എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കാം. എറിഞ്ഞ ഒരാളെണ്ണി പറയട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല കാര്യത്തിൽ. അങ്ങനെ കുറച്ച് നേരം ബോൾഡായിട്ട് ജനങ്ങളോട് പറയണമായിരുന്നു. അത് പറയാത്തത് തെറ്റാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാവരും കൂടെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, നമ്മൾ കുറച്ച് സ്ത്രീകൾ മുന്നോട്ട് വരണം. കാരണം നമ്മൾ വെറുതെ ഏറുകളാണ്. ഇവർക്കിതൊന്നും അറിയണ്ട. പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ എന്താണ് അമ്മയിൽ, ഞാൻ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിലുള്ളതുകൊണ്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഓരോരുത്തർ നമ്മൾ എന്ത് ഉത്തരം പറഞ്ഞു കൊടുക്കും ഇവരോടൊക്കെ നമ്മൾ ഫേസ് ചെയ്യണ്ടേ? അതെ,
കാരണം ഇപ്പം എല്ലാ സിനിമാക്കാരും ഇങ്ങനെ ഇതിന്റെ ഒരു നിഴലിൽ വന്ന് അതാ പറഞ്ഞ കല്ലെറിഞ്ഞ് ഒറ്റ എറിഞ്ഞിട്ട് മൊത്തം അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ ഏറ് വേണ്ട, ബോൾഡായിട്ട് നമ്മൾക്ക് പറ്റിയ ജോലിയാണ് ഇനിയാണെങ്കിലും ചെയ്താൽ മതിയെന്നേ. ഇങ്ങനെ എറിയാൻ വേണ്ടി എന്തിനു നിന്ന് കൊടുക്കണത്? മുട്ടി ഒരാൾ വന്ന് കൈ തൊട്ടു, എന്തെന്നാ ഇത്? ഞാൻ പറഞ്ഞ അവരുടെ കുറ്റമായിട്ട് പറയല്ല, ഇത് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് ഇനി വരുന്നത് അന്ന് പറയാതെ. ഞാൻ വേറൊരു കാര്യം പ്രത്യേകം പറയാം. നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ ഇഷ്ടം കൂടിയിട്ട് എവിടെ വേണേൽ പോവാം, നിയമത്തിനും ഒരു പ്രശ്നമില്ല. 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ കൂടെ നിന്ന് നടക്കുകയൊക്കെ ചെയ്തിട്ടും കുറേ നാളുകൾക്ക് ശേഷം ഇത് കൊണ്ടുവന്നിട്ട് എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ആ സമയത്ത് അവരുടെ പേരൻസ് എവിടെയാണ്? ഞാൻ ഒരു പെണ്ണല്ലേ എത്ര വന്നാലും, കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ ഇപ്പോഴും 9 മണിയാകുമ്പോൾ വിളിക്കും, നീ ഇപ്പോൾ എവിടെയാ, എത്തിയില്ലേ വീട്ടിൽ? എന്താ, എനിക്ക് 15 വയസ്സുള്ള മോനുണ്ട്, എന്നാലും എൻ്റെ അമ്മയ്ക്ക് അപ്പോഴും എന്നെ ശ്രദ്ധയുണ്ട്. അപ്പോൾ നമ്മളെ സത്യം പറഞ്ഞാൽ ചോദിക്കാനും പറയാം, നമ്മളെ തിരക്കാൻ ഒരാളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അങ്ങനെയൊന്നുമില്ല. തിരക്കാനുണ്ടെങ്കിൽ പോകേണ്ടവർ പോവും. ഞാൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് പുരുഷന്മാരെ മാത്രം കുറ്റം പറയരുത്, അവരുടെ മാത്രം മുഖം കാണിക്കും. ആ പോയ സ്ത്രീ അവർ ഭയങ്കര നല്ല ആളാണ്, അവരുടെ ഫേസ് കാണിക്കുകയില്ല. കാരണം അവർ ഭയങ്കര പുണ്യപ്രവൃത്തി. പുരുഷന്മാരെന്ത് ചെയ്തു? ഇപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് മിസ്ബിഹേവിങ് ഉണ്ടായിട്ടുണ്ട്, കാരണം എല്ലാ ഫീൽഡിലും ഉണ്ടാവാതിരിക്കില്ല. ഇപ്പൊ അലിഗേഷൻസ് വന്നതിലല്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ചേച്ചിയോട് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയില്ല, ഞാൻ പറയൂല. അപ്പൊ ഉണ്ടോ? അല്ല, ഞാൻ പറയില്ല. പേര് പറയണ്ട, അതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് മാത്രമല്ല. ഇല്ല ഇല്ല ഉണ്ടോ? എങ്ങനെയാ? ഞാൻ പറയില്ല. ഇഷ്ടമുള്ള പോലെ എടുക്കാന്നാണ്. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ എടുത്തോ, പക്ഷെ ഞാൻ പറയാം. അതാണ് ചോദിച്ചു, ചേച്ചിക്ക് ഒരു ബോംബ് പൊട്ടിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം എല്ലാവരും ചോദിക്കും ബോംബ്. ഞാൻ ബോംബ് പൊട്ടിക്കും, പക്ഷെ ഇപ്പോഴല്ല. കാര്യം ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല ചെയ്യാത്തത്. ഞാൻ സത്യം പറയാം, എനിക്കിത് പറയണമെങ്കിൽ എനിക്ക് ആരും പേടിയില്ല. കാരണം ഞാൻ എനിക്ക് ആപത്ത് സമയത്തോ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാണ്ടായിട്ടില്ല. ഈ പറയുന്ന ആരും വന്നിട്ടില്ല. അപ്പം എനിക്ക് പറയാം, ഞാൻ അവരുടെ ചെലവിലും അല്ല ജീവിക്കണേ. പക്ഷെ പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കൊരു ഫാമിലി ഉള്ളതുകൊണ്ട് മാത്രം. എന്നാ ചേച്ചി പേര് പറയാതെ ബാക്കി കഥ പറഞ്ഞോ. കഥയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ട്. ഞാനത് കൈകാര്യം ചെയ്തിട്ടെന്നാ അതിനർത്ഥം. അത് ആരെന്നുള്ളത് ഞാനിപ്പോൾ പറയില്ലെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, എല്ലാവരും തുറന്ന് പറയുന്ന സമയമാണ്. അപ്പൊ ഇത് ചേച്ചിക്ക് പറയാൻ പറ്റിയ ഒരു സമയമാണ്. എന്തിനാ വെറുതെ ഇപ്പൊ പറഞ്ഞിട്ട്? പാവങ്ങളായ അവരെയൊക്കെ ഈ പറയുന്ന വ്യക്തിയല്ല, അവരുടെ ഫാമിലി ഉണ്ട്, അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ, പക്ഷെ എന്നാലും നമ്മളോട് മിസ്ബിഹേവ് ചെയ്ത ആള് പാവമാണ് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ചേച്ചി പിന്നെ എന്തിനാ ഫാമിലിനെ ഓർക്കുന്നത്? ചേച്ചിക്കും ഒരു ഫാമിലി. പുള്ളി ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. വേറെ അലിഗേഷൻസ് വരുമ്പോ അതിന്റെ കൂടെ പറയാം. അല്ല, അത് വരട്ടെ, വന്നൊന്ന് തെളിയട്ടെ, എന്നിട്ട് പറയാലോ. എന്നെ കുത്തി ചോദിക്കണ്ട, ഞാൻ പറയൂല. ഇപ്പൊ അത് കേട്ടപ്പോ വേറെ ആൾക്കാർ പറഞ്ഞെന്താ അറിയും, അവള് നമ്പറിട്ട് നോക്കണേ ഞാനിന്ന്. എനിക്ക് നമ്പറിട്ട് നോക്കും വേണ്ട. ഈ പറയുന്ന ഈ വ്യക്തികളാരും എൻ്റെ ആരുമല്ല, ഞാൻ അവരിൽ നിന്നൊന്നും മേടിക്കാൻ തയ്യാറുമല്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഇനി വിളിച്ചോ, ഒരു ദിവസം ഞാൻ പറയാം, എനിക്ക് പറയാനുണ്ടെന്ന്. ഞാൻ വന്നിരിക്കാം. ഇപ്പം എൻ്റെ മാനസികാവസ്ഥ അതിന് പറ്റിയതല്ല. കാരണം എന്താ അറിയോ, ഞാനൊരു അമ്മയിലൊരു അംഗമാണ്. അമ്മയിലുള്ള ആൾക്കാരാണ് എല്ലാം. അമ്മയിലെ മക്കളൊക്കെ ഒന്നാണ് അല്ലേ? മക്കളൊക്കെ ഒരുപോലെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പക്ഷെ അവിടെ തരംതിരിവുണ്ടെന്നുള്ള 100% എനിക്കറിയാം. അതുണ്ട്, ഇല്ലായ്മയൊന്നും ഇല്ല അമ്മയില്. തിലകൻ ചേട്ടനൊക്കെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതല്ല, അല്ലാതെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ട്. ഞാനായിട്ട് പറയണ്ട. പക്ഷെ അത് എന്താ പറയുക, അതിന് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് അത് നമ്മൾ തന്നെ ഒതുക്കണം. ഇപ്പം ഈ അമ്മയിലുണ്ടായ ഇത്രയും ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് അമ്മയെ തന്നെ സംസാരിച്ച് അമ്മയെ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്ത് അവിടെ തീർക്കാൻ പറ്റിയൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ. അതിനാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞത്. പവർ ഗ്രൂപ്പ് എന്നുള്ളൊരു വാക്കും ആ സംഭവം വന്നേക്കുന്നത് അതിനകത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഫിയയുടെ കയ്യിലാണ് സിനിമ എന്നുള്ളപ്പോൾ ഇവരൊക്കെ എവിടെ പോയി കംപ്ലൈന്റ്? ചേച്ചി പവർ ഗ്രൂപ്പ് ഞാൻ വിശ്വസിക്കുന്നില്ല. ചേച്ചിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല? എനിക്ക് കുറച്ച് ഫീലൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ പവർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു കുറച്ച് ആൾക്കാർ ഒരു ഇതുപോലെ നമുക്ക് തോന്നും. ഞാനൊന്നുമല്ല. കാരണം എനിക്ക് നമുക്ക് ഇലക്ഷൻ പോലും നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ബൈലോക്കകത്തൊരു നിയമമുണ്ട്, അതനുസരിച്ച് നമുക്ക് ഇലക്ഷൻ നിൽക്കാം. അപ്പം നമ്മളതൊന്നും ചിന്തിക്കുന്നേ ഇല്ല, നിൽക്കും വേണ്ട. ഞാൻ അസംബ്ലി ഇലക്ഷൻ നിന്ന ആളാണ് ഞാൻ. എനിക്ക് ഇലക്ഷൻ തോന്നും നിൽക്കൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ കുറച്ചിടയ്ക്കായിട്ട് എനിക്ക് കുറച്ച് ഈ ബിസിനസ് പരമായ കുറേ അലിഗേഷൻസും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ അതെങ്ങനെയെങ്കിലും അതൊക്കെ തീർത്തൊന്ന് സേഫ് ആവണം. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. ബാക്കിയൊക്കെ പിന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അമ്മയിൽ നിന്ന് ശരിക്കും ഈ പറഞ്ഞ പോലെ അതിനകത്ത് തന്നെ
നമ്മൾ ഇതുപോലെ ഈ ഹേമ കമ്മീഷൻ പോലെയോ അല്ലെങ്കിൽ WCC പോലെയോ ഒരു വിങ്ങിനെ അമ്മയെ തന്നെ വെച്ചിട്ട് ഇത് തീർക്കാവുന്നതൊക്കെ ഉള്ളൂ അല്ലേ? ചേച്ചി ഇപ്പൊ നിങ്ങളുടെ സജഷൻ വെക്കുവാണെങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ നിങ്ങളുടെ സജഷൻ വെക്കുവാണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുമോ? ചെയ്യണമല്ലോ, ചെയ്തേ പറ്റൂ, ഇനി ചെയ്തേ പറ്റൂ. പിന്നല്ല, ഞാൻ പറഞ്ഞതറിയോ, അമ്മയോടൊരു ബഹുമാനം, അമ്മ എന്ന് പറഞ്ഞൊരു ബഹുമാനം ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അമ്മയിലെ അംഗങ്ങളല്ലേ ഇത് മുഴുവൻ, അല്ലേ? അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ഇതാക്കണ്ട. എനിക്ക് വലിയ ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഉണ്ടാവാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. ഞാൻ ഇവിടെ വെച്ച് വെല്ലുവിളിക്കാം, എനിക്ക് അങ്ങനെ അനുഭവം ഇല്ല. ഇല്ലാത്ത കാര്യം ഞാൻ എന്തിനാ പറയണത്? 30 വർഷമായില്ലേ. എനിക്ക് എന്നെ സേവ് ചെയ്യാൻ അറിയാം നന്നായിട്ട്. എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ. ഇപ്പോഴാണ് എൻ്റെ മോൻ ഇത്രയും വയസ്സായി കൊറോണ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ കൂടെ വരാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം സീരിയലാണ്, രാവിലെ പോകുക 6 മണിക്കൊക്കെ ഞാൻ പോയാൽ 10 മണിയാകും വരുമ്പോൾ. അപ്പം അമ്മ റൂമിൽ ഇതൊക്കെ ആയിരിക്കും. അമ്മ അങ്ങനെ പതുക്കെ ഇതായതാ. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇനിയിപ്പോൾ ആർക്കും എന്ത് പ്രശ്നം വരാൻ പോണു? എൻ്റെ ജോലിയിൽ നിന്ന് ഞാൻ വരുന്നു. എൻ്റെ അടുത്ത് ഒരാൾ, നമ്മൾ നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. എൻ്റെ അടുത്തൊന്നും ആരും നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അവനോട് പറയാൻ അവൻ മനസ്സിലാക്കി കൊടുക്കും. നടക്കില്ല, ചുമ്മാ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, കൈ കിട്ടുന്നുള്ളത് ഞാൻ പറയും. എനിക്ക് അതിനുള്ളതില്ല. ഞാൻ അതുകൊണ്ടാണ് പിന്നെയും ചോദിച്ചത് ഇതിനകത്തുള്ള, കാരണം ഇപ്പൊ ഇവരുടെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പേര് വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അങ്ങനെ ഉണ്ടോന്ന്, ഇതിനകത്തുള്ള ആരെങ്കിലും ഉണ്ടോന്ന്. ഇതിനകത്തുള്ള ആരെന്ന് പറഞ്ഞാൽ മുഴുവൻ അമ്മയിലെ അംഗങ്ങളല്ലേ? അല്ല, ഇപ്പൊ അലിഗേഷൻസ് വന്ന കുറച്ച് പേരുണ്ടല്ലോ, നമ്മുടെ സിദ്ദിഖ് സാറ്, മുകേഷ് ഏട്ടൻ, അങ്ങനെയുള്ള കുറച്ച് പേര് അമ്മയിലെ അംഗങ്ങളാണ്. ആണ്. അതെ, അമ്മയുടെ മക്കളല്ല. അപ്പൊ ഞാൻ മക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ ബ്രദർ അങ്ങനത്തെ വരുമല്ലോ, അവിടെ നിൽക്കട്ടെ. അത് ഇപ്പൊ തൽക്കാലം ഞാൻ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനേനെ കൂടുതലും ഇതാക്കുക. നമുക്ക് അതാ ഇപ്പൊ പറയേണ്ട കാര്യം. ഇപ്പൊ ഈ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ ഈ പറയണത്. ഇപ്പൊ ഇന്നലെ നടന്ന സംഭവം പറയട്ടെ, എന്താ ആരും പറയാൻ ഇന്നലെ സംഭവം വല്ലതും ഉണ്ടോ? ഇപ്പൊ കുറച്ച് ആയപ്പോഴേക്കും ആൾക്കാർ ആ മീറ്റു ഒക്കെ വന്നപ്പോൾ എല്ലാവരും സ്ട്രോങ് ആയി, പേടിയായി തുടങ്ങി. ഒന്നും ചോദിക്കില്ല. നോക്കുമ്പോൾ ഞാൻ തമാശയ്ക്ക് ആരും നോക്കി പറയും മീറ്റു ഉണ്ട് കേട്ടോ, ഞാൻ പറയും. അപ്പം പറയോ എൻ്റെ പൊന്നെ പറയുമെങ്കിൽ ചേച്ചി ഒന്നും വേണ്ടിയിട്ടില്ല, വിട്ടേക്കെന്ന് പറയാം. കാരണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് അതിന് പോണേന് ആരുടെയും തടസ്സം വേണ്ട, പോകാം, ഇല്ലേ? അത് നമ്മുടെ ഇഷ്ടമാണ്. ഇത് നമ്മളെ ഫോഴ്സ് ചെയ്ത് വരുന്നവർക്ക് നല്ലത് കൊടുക്കണമെന്നേ. കണ്ടുകൊണ്ടിരിക്കണേ എന്തിന്? എനിക്ക് അതാ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യം, ഒരു ലേഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് മുഴുവൻ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി 2 പ്രാവശ്യം ഞാൻ അവിടെ പോയി. എന്തിന് ഈ 2 പ്രാവശ്യം എന്തിനാ പോണേ? ഒറ്റ പ്രാവശ്യം ഒരാളുടെ നോട്ടത്തിൽ അറിയില്ലേ ഇയാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ലേ? മനസ്സിലാക്കാൻ പറ്റും. ഒന്നും കിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നല്ല ഒന്നാമതൊരു ഗിഫ്റ്റ് എനിക്ക് നിങ്ങൾ തരുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കത് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അതൊന്ന് കീറി അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. എല്ലാവർക്കും ഉണ്ടാവും. പ്രിയങ്കയ്ക്ക് എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് തോന്നും. പക്ഷെ ഞാനത് തുറന്ന് വീണ്ടും അതുപോലെ കെട്ടി വെച്ചാൽ നാളെ എനിക്ക് ആ ഗിഫ്റ്റ് തുറന്ന് നോക്കാൻ വലിയ താല്പര്യം കാണില്ല. വേണമെങ്കിൽ നോക്കാം, അത്രയേ ഉള്ളൂ. ഇത് പഠിക്കാൻ ഇപ്പോഴത്തെ ആൾക്കാർ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പറയാം, സൂക്ഷിക്കുക, അത്ര അത് മതി. ആ ഒരു ഇത് നോക്കുക. നാളെ മറ്റുള്ളവർക്ക് തോന്നും ഇതെന്താ. അല്ലാതെ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ അങ്ങ് ചെയ്തിപ്പം റോൾസും കാര്യങ്ങളും കിട്ടുന്നതാണ്. ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിനകത്ത് ഈ അലിഗേഷൻ പറഞ്ഞ് വന്നിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലെ നിന്ന് റോൾസ് കിട്ടാതായപ്പോ കംപ്ലൈന്റ് പറയുന്നു എന്നുള്ള ഒരു തോട്ടാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ സമയത്ത് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഉണ്ടായി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. ഒരു റോള് കൊടുക്കുവോ? അപ്പോൾ ഓരോരുത്തർ പറഞ്ഞിട്ട് സത്യം നമുക്ക് ചിരിക്കുന്നുണ്ട്. കൊച്ചിന് ഫീസ് കൊടുക്കാൻ ചോദിച്ചു, അത് ഇങ്ങനെ പറയുന്നുണ്ട്. നിവൃത്തികേടുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം, ഇല്ലേ? നിവൃത്തികേടുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാം. ഞാൻ അവരൊരു സൈഡ് പറയാണ്. മൊത്തം പ്രശ്നമാണ്, 1% ഞാൻ പറയണേ. എന്തായാലും ഞാൻ പോയി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി, അയാളൊന്ന് സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതുപോലും ചെയ്തു കൊടുക്കാതെ ഒരു റോളും കൊടുക്കാതെ ആകുമ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടിയ അവസരം അവർ ഉപയോഗിക്കണം, അല്ലേ? അവർ കിട്ടിയ അവസരം അവർ ഉപയോഗിച്ചു. അവർക്ക് തുറന്നു പറയാനും അവർക്ക് കൂടെ നിൽക്കാനും ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ മാക്സിമം അവർക്ക് വേറെ ഒന്നും നോക്കാമല്ലോ. അവർ പറയല്ലോ എൻ്റെ കുട്ടി സേഫായി, ഏതൊരാളിനും അവരൊക്കെ സേഫായി. ഇപ്പം അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ബഹുമാനത്തോടെ നോക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ ഈ അലിഗേഷൻ വന്നതിൽ, നിവിൻ പോളി. പറയാതിരിക്കാൻ വയ്യ. അതാണ്, മറ്റുള്ളവർക്ക് ഇല്ലെന്നല്ല, ആ ചങ്കുറ്റത്തെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. കാരണം കേട്ട പാടെ ഉള്ളി വന്നിട്ട് ശരി, അത് തെറ്റ് ചെയ്യാത്തവർക്ക് അപ്പം തന്നെ അത് റെസ്പോണ്ട് ചെയ്യാമല്ലോ. അതാ പറഞ്ഞേ, അതാണ് ചങ്കുറ്റം. അപ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ ഞാൻ 20 വർഷം അനുഭവിച്ചു, എന്നെ ആരും വിളിച്ച് ആശ്വസിപ്പിച്ചിട്ടൊന്നുമില്ല, കളിയാക്കിയിട്ടേ ഉള്ളൂ. ഫീൽഡിൽ നിന്ന് പലരും കളിയാക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കളിയാക്കിയവരെ കുറച്ച് പേരൊക്കെ ഇതിനകത്തുള്ളവരൊക്കെ അനുഭവിക്കില്ലേ, വിഷമിക്കില്ലേ? വേണം. 20 വർഷം ഞാൻ അനുഭവിച്ചു. 20 വർഷം കേട്ടാണ് ഞാൻ തെളിയിച്ചത്. പക്ഷെ ഇവർ 20 വർഷമല്ല, ഇനി എത്ര വർഷം കൂടി തെളിയിക്കാൻ പറ്റും? കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, പുരുഷന്മാരിപ്പോൾ ചെയ്തവരല്ലേ പറഞ്ഞത്, ചെയ്യാത്ത നിരപരാധികളെ എത്ര പേരുണ്ടാവും. അതല്ലേ നിവിൻ പോളി പ്രതികരിച്ചല്ലോ.
തെളിവുകളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഒരാൾ റൂമിലേക്ക് കയറിയാൽ എന്തായാലും ക്യാമറ ഉണ്ടാവും. നമ്മുടെ കയ്യിലൊക്കെ ആഫ്റ്റർ ഓൾ ഫോൺ ഉണ്ട്. നമ്മൾ ഏത് ലൊക്കേഷനിലായിരുന്നു എവിടെയായിരുന്നു ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല? ഇപ്പൊ സിദ്ദിഖിക്ക ഈ പ്രശ്നമായിട്ട് ഒളിവിൽ പോയി, ജാമ്യം കിട്ടാതെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നു, മറ്റേ സൈഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇവരൊരു സംശയത്തിന്റെ നിലയിലോട്ട് വരില്ലേ? ആരൊക്കെ? ഈ അമ്മയിലെ അംഗങ്ങൾ ബാക്കിയോ? അതായത് അതെന്താന്ന് വെച്ചാൽ ഇപ്പം എന്തായാലും എല്ലാവരും കൂടി ആലോചിച്ച് വീണ്ടും ജനറൽ ബോഡി വെക്കണം. എല്ലാവരും സൗകര്യം അനുസരിച്ച് വേണം. ചിലപ്പോൾ ചില പടങ്ങൾ നടക്കുമായിരിക്കും. അതെന്തെങ്കിലും ഒന്ന് ഇതായിട്ട് വേണമായിരിക്കും ജനറൽ ബോഡി വെച്ച് വീണ്ടും ഒരു ഇലക്ഷൻ വെച്ച് ആ ഇലക്ഷനിൽ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഞാനും അമ്മയിലെ അംഗം തന്നെയാണ്. നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു അമ്മ ഒരിക്കലും പിളർന്നു പോവില്ല. അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നടക്കില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ അമ്മ മുന്നോട്ട് വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇനി മുന്നോട്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാര്യങ്ങൾ പോകേണ്ട രീതി, കാഴ്ചപ്പാട് എല്ലാം മാറ്റണം. അതിൻ്റെ തലപ്പത്ത് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ സജഷനിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ലാലേട്ടനും മമ്മൂക്കയും ഇല്ലാത്തൊരു അമ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ലാലേട്ടനും മമ്മൂക്കയും തലപ്പത്ത് വേണം.